ഇന്ത്യ UK ബന്ധം കൂടുതൽ ശക്തമാവുകയാണ്. ഇന്ത്യയുടെ സൈനിക കരുത്തിൽ മറ്റ് ലോക രാജ്യങ്ങൾ അത്ഭുതത്തോടെ വീക്ഷിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഡീലുകളാണ് ഭാരതം കൈകൊടുക്കുന്നത്. പലപ്പോഴും ഇന്ത്യൻ വ്യോമസേനയുടെ സഹായം അഭ്യർത്ഥിച്ച് മറ്റ് പല രാജ്യങ്ങളും ഭാരതത്തെ സമീപിക്കാറുണ്ട്. അത്തരത്തിലൊരു വമ്പൻ ഡീലിനാണ് ഇപ്പോൾ ഇന്ത്യ ഒരുങ്ങുന്നത്. അതായത് ഇന്ത്യ UK ചേർന്നുകൊണ്ട് ഒരു വമ്പൻ പദ്ധതി ആവിഷ്കരിക്കുന്നു. പുതിയ UK ഇന്ത്യ പ്രതിരോധ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷ് യുദ്ധവിമാനം അതിലെ പൈലറ്റുമാർക്ക് ഇന്ത്യൻ വ്യോമസേന പരിശീലനം നൽകും എന്നതാണ്. ബ്രിട്ടീഷ് പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതിനായി തന്നെ ഇന്ത്യൻ വ്യോമസേന റോയൽ എയർഫോഴ്സുമായി തന്നെ ചേർന്നുകൊണ്ട് യോഗ്യതയുള്ള 3 ഫ്ലൈറ്റ് ഇൻസ്പെക്ടർമാരെ അയക്കുമെന്നതാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഫസ്റ്റ് ജെറ്റ് പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതിനായിട്ടാണ് ഇന്ത്യൻ സംഘം യാത്രയാകുന്നതും. പുതിയ UK ഇന്ത്യ പ്രതിരോധ ഉടമ്പടി പ്രകാരമാണ് ഇപ്പോൾ ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾക്ക് ഇത്തരത്തിൽ പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതിനായി തന്നെ അവിടേക്ക് അയക്കുന്നത്. അതേപോലെ ബ്രിട്ടീഷ് പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതിനായി ഇന്ത്യൻ വ്യോമസേന വലിയ രീതിയിലുള്ള പ്രയത്നങ്ങൾ എടുക്കുന്നതായും തന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷതയായി കണക്കാക്കാം. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ നടന്ന 19ാമത് UK ഇന്ത്യ എയർ സ്റ്റാഫ് ചർച്ചയിലാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിന്യാസം അല്ലെങ്കിൽ ഇതിന് തുടക്കമിട്ടത് എന്നതാണ് മറ്റൊരു വസ്തുത. ഇത് തുടക്കത്തിൽ 2 വർഷത്തേക്കായിരിക്കും ഇത്തരത്തിൽ പരിശീലനം നൽകുന്നതിനായി തന്നെ പോകുന്നത്. UK ഫസ്റ്റ് ജെറ്റ് പൈലറ്റുമാർക്കുള്ള പ്രമുഖ പരിശീലന കേന്ദ്രമായ RAF വാലിലേക്കാണ് ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്പെക്ടർമാർ അവിടേക്ക് നിയമിക്കുക. അടുത്ത തലമുറയിലെ RAA ഓഫീസർമാരെ തന്നെ പരിശീലിപ്പിച്ചുകൊണ്ട് എയർ അക്കാദമിയിൽ തന്നെ റോയൽ എയർഫോഴ്സ് കോളേജ് വലിയ രീതിയിൽ ഇതിലേക്ക് കൊണ്ടുവരാനും ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥനെ ഈ വർഷം ജനുവരിയിൽ ആദ്യമായി തന്നെ ഇത്തരത്തിൽ അവിടേക്ക് വിന്യസിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പുതിയൊരു നീക്കം നടക്കുന്നത്. ഇതോടുകൂടി തന്നെ 3 ബ്രിട്ടീഷ് സൈനിക അക്കാദമികളും ഇപ്പോൾ ഇന്ത്യൻ ഓഫീസർമാരെ അതാത് സേവനങ്ങളിൽ നിന്നുള്ള ഇൻസ്പെക്ടർമാരായി തന്നെ നിയമിച്ചിട്ടുണ്ട്. റോയൽ എയർഫോഴ്സും ഇന്ത്യൻ എയർഫോഴ്സും തമ്മിലുള്ള ദീർഘകാല ബന്ധം ശക്തിപ്പെടുത്തുന്നതിനാൽ തന്നെ ഈ കരാർ ഒപ്പുവയ്ക്കൽ ഒരു സുപ്രധാന ചുവടുവെപ്പായി തന്നെ കണക്കാക്കാൻ സാധിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. BAE ഹോക്ക് T2 അല്ലെങ്കിൽ ടെക്സൽ T1 വിമാനങ്ങൾ RAF പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്നതാണ് മറ്റൊരു കാര്യമായി പറയുന്നത്. ഇന്ത്യയുടെ പ്രധാന ആൻഡ് ജെറ്റ് ട്രെയിൻ വിമാനമായി തന്നെ ഹോക്ക് പറന്നുയരുകയും ചെയ്തു. മാത്രമല്ല ഇതാകട്ടെ ഇന്ത്യക്ക് കൂടുതൽ കരുത്തു പകരുന്നതായി തന്നെ കണക്കാക്കാൻ അതോടൊപ്പം തന്നെ ഇതാകട്ടെ ഇന്ത്യക്ക് കൂടുതൽ കരുത്ത് പകരുന്നതായി തന്നെ എടുത്തു സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ RAF കമാൻഡർമാർക്ക് വേണ്ടി അവിടെ ഇൻഡസ്ട്രേഷണൽ ഡ്യൂട്ടികൾ ജോലി ചെയ്യുമ്പോൾ തന്നെ ഫ്ലൈറ്റ് ഇൻസ്പെക്ടർമാർക്ക് വലിയ രീതിയിലുള്ള കമാൻഡുകൾ നടത്തും എന്നതാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സുപ്രധാന ചുവടുവെപ്പിന് ഇപ്പോൾ ഇന്ത്യക്ക് കയ്യടി ലഭിക്കുകയാണ്. കാരണം അത്ര കണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഇത്തരത്തിൽ ഇന്ത്യയെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയോട് അടുക്കാൻ കൂടുതലായി തന്നെ ലോകരാജ്യങ്ങൾ മത്സരിക്കുന്നത്. മാത്രമല്ല അത്യാധുനിക ആയുധങ്ങൾ പോലും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ പോലും വാങ്ങാൻ രാജ്യങ്ങൾ കൂടുതലായി തന്നെ മുന്നിട്ട് പുറത്തേക്ക് വരുന്നു എന്നതും ഒരു സൂചനയായി എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ത്യയുടെ റൈഫിലുകൾക്കായി മത്സരിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നതും. അതിനൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ വ്യോമസേനയാകട്ടെ UK ചെന്ന് അവിടുത്തെ യുദ്ധവിമാനങ്ങളിലെ പൈലറ്റുമാരെ പരിശീലിപ്പിക്കാനായി എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.